നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പല ആളുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തുന്ന ആളുകളാണ്. ചെറിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ വലിയ താലൂക്ക്, ജില്ലാ മെഡിക്കൽ കോളേജുകൾ വരെ നമ്മൾ പോയി ടോക്കൺ എടുത്ത് വരി നിന്ന് ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണിക്കുന്നവരാണ്. പല സമയങ്ങളിലും നീണ്ട വരിയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുക. എന്നാൽ ഇതിന് മുതൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് പോലെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് നമ്മുടെ സമയത്ത് മാത്രം പോയി നമുക്ക് പരിശോധിച്ച് പോരാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സ്ക്രീൻ റെക്കോർഡ് അടക്കം സഹിതമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഫോണിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കോ അല്ലെങ്കിൽ ഇ ഹെൽത്ത് കേരള എന്നോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ കാണിക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഇ ഹെൽത്ത് ഐ ഡി കാർഡ് നമ്മളെല്ലാ ആളുകളും എടുത്തതാണ്. ഇതൊരു ഇ ഹെൽത്ത് ഐ ഡി കാർഡ് എടുക്കാത്ത ആളുകൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കൗണ്ടർ വഴിയോ ഇ ഹെൽത്ത് ഐ ഡി കാർഡ് എടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇ ഹെൽത്ത് ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ചോ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുന്ന സമയത്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ഇ ഹെൽത്ത് ഐ ഡി കാർഡ് എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പർ, ഇതുപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഇവിടെ ലോഗിൻ ചെയ്യുക. ആദ്യം നമ്മൾ ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുമുമ്പ് ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത്. ഗവൺമെൻറ് അറിയിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. അതിന് താഴെ ഈ ജസ്റ്റ് ഇവിടെ കാണുന്ന ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്കങ്ങൾ അത് മാറി മാറി വരും. അത് അവിടെ ജസ്റ്റ് ഒന്ന് താഴെ കാണിക്കുന്ന കോളത്തിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ സെൻഡ് ഒ ടി പി എന്ന ഭാഗത്ത് നമ്മൾ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൊടുത്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരികയും ആ ഒ ടി പി അവിടെ കൊടുക്കുകയും ചെയ്യുക. ഒ ടി പി അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഒ ടി പി മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. വീഡിയോ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. പല ആളുകളും ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന്, കൗണ്ടറുകളിൽ നിന്ന്, വരി നിന്നാണ് ടോക്കൺ എടുക്കാറ്. രാവിലെ പോയാൽ ഏകദേശം ഉച്ച വരെ നമ്മൾ അവിടെ വരി നിൽക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ ടിക്കറ്റ് അടക്കം നമ്മൾ ചെയ്യുന്ന സമയം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അവിടെ എൻ്റർ ഒ ടി പി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി ഇപ്പോൾ വരും. ആ ഒ ടി പി ജസ്റ്റ് അവിടെ എൻ്റർ താഴെ കാണിക്കുന്ന സ്ഥലത്ത് ഒന്ന് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി വരികയും ഞാൻ അവിടെ വെരിഫൈ ചെയ്തിട്ടുമുണ്ട്. ഇനി നമ്മൾ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത് യു ഐ ഡി കാർഡുള്ള മുഴുവൻ ആളുകളുടെയും പേരും അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ആരെല്ലാമാണോ യു ഐ ഡി കാർഡ് ഉണ്ടാക്കിയത്, ഒരു ഫോൺ നമ്പർ വെച്ച് എത്ര ആൾക്ക് വേണമെങ്കിൽ യു ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ പേര് വെച്ച്, നമ്മുടെ ഫോൺ നമ്പർ വെച്ച് യു ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ആളുകളെ നേരെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷം മാത്രം ആ ജസ്റ്റ് ഏതൊരാൾക്കാണ് നമ്മൾ ടോക്കൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് നേരെ ആ കോളത്തിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആകാൻ സാധിക്കും. ഈ ഒരു ഫയൽ വഴി നമുക്ക് നമ്മുടെ ഇ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് കാര്യമാണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് യു ഐ ഡി കാർഡിൻ്റെ പ്രിൻ്റ് എടുക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കുടിച്ച മരുന്നുകൾ ഏതെല്ലാമെന്ന് അറിയാനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും ഇവിടെ അറിയാൻ സാധിക്കും. നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ലാബ് റിപ്പോർട്ടുകൾ അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ അറിയാൻ സാധിക്കും. അഡ്വാൻസ് അപ്പോയിൻമെൻറ്റ് എന്നതിൽ ജസ്റ്റ് ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ അഡ്വാൻസ് അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിരിക്കും ഇവിടെ കാണിക്കുക. അവിടെ ഡിസ്ട്രിക്ട്, ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ ഏത് ജില്ലയിലെ ഹോസ്പിറ്റലാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ജില്ല അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മലപ്പുറം കൊടുത്തു. അതിനുശേഷം അവിടെ ഹോസ്പിറ്റൽ നെയിം, ഏത് ഹോസ്പിറ്റലാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ കാണിക്കേണ്ടത് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ഗവൺമെൻറ് ആരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലുകൾ, ജില്ലാ ഹോസ്പിറ്റലുകൾ മുഴുവൻ കാര്യങ്ങളും അവിടെയുണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ കല്ലിൽ നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊറിയൂർ എന്ന് പറഞ്ഞ ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ മൊറിയൂർ എന്ന ഭാഗം വരുത്തി അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളെയാണ് നമുക്ക് കാണിക്കേണ്ടത്, ഏത് ഡോക്ടറെയാണ് അവിടെ കാണിക്കണം എന്ന് നോക്കുക. ഇവിടെ ജനറൽ ഒ പി ഡോക്ടർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത്. അവിടെ ജനറൽ ഒ പി എന്ന് കൊടുക്കുക. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചാർജ് 5 രൂപയാണ്. ഇപ്പോൾ ഒ പി ടിക്കറ്റിന് ചാർജ് 5 രൂപയാണ്. അതവിടെ കാണിക്കുന്നുണ്ട്. ജനറൽ ഡോക്ടർക്ക് 5 രൂപ ഒ പി ടിക്കറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മന്ത്ലി ഇൻകം, നമ്മുടെ റേഷൻ കാർഡിലെ ഇൻകമാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് ഡേറ്റ് നോക്കാം. നമ്മളിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 31-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം അവൈലബിൾ അല്ല. അടുത്ത ഫെബ്രുവരി മാസത്തേക്ക് എല്ലാ ദിവസങ്ങളിലും അവൈലബിൾ ആണ്. ഞായറാഴ്ചകളിൽ ഈ ഒരു ഗവൺമെൻറ് ആരോഗ്യ ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞായറാഴ്ചകൾ അവിടെ അവൈലബിൾ ഇല്ലാതെ കാണിക്കുന്നത്.
അത് നമുക്ക് ഇഷ്ടമുള്ള ദിവസം നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്ത ദിവസമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് 1-ാം തീയതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഫോൺ ജസ്റ്റ് താഴത്തേക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അവിടെ ചോദിക്കുന്നുണ്ട് ഏത് സമയത്താണ് നമുക്ക് അവിടെ എത്താൻ സാധിക്കുക. 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തോ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തോ അങ്ങനെ സമയം നമ്മൾ അവിടെ ജസ്റ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് ടോക്കൺ നമ്പറാണ് നമുക്ക് ആദ്യത്തെ ടോക്കൺ വേണോ അതോ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ടോക്കൺ വേണോ എന്നിങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ആണ് പ്രൊസീജിയർ പേയ്മെൻറ്റ്. നമ്മൾ ഈ 5 രൂപ ഓൺലൈനായിട്ട് അടക്കണം. നമ്മുടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ബാങ്ക് കാർഡ് അങ്ങനെ ഏത് പ്രൊസീജിയറും നമുക്ക് പണം അടക്കാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഇത് വന്നപ്പോൾ ഇതിൽ ഏകദേശം നമ്മുടെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പേര്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ പേര്, OP ടിക്കറ്റ്, ടോക്കൺ നമ്പർ, 5 രൂപ എമൗണ്ട് അടക്കാൻ പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊസീജിയർ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ATM കാർഡ് ഉണ്ടെങ്കിൽ ATM കാർഡ് നമ്പർ വഴിയോ ഏത് രൂപത്തിൽ നമുക്കവിടെ പേയ്മെൻറ്റ് അടക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് ഇതിലിപ്പോൾ അടക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ കാണിക്കുന്നുണ്ട് 5 രൂപയാണ് അടക്കാനുള്ളത്. അത് നമുക്ക് കാനറ ബാങ്കിൻ്റെ വഴിയോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴിയോ നമുക്ക് അടക്കാൻ സാധിക്കും. 2 അക്കൗണ്ടിലേക്കാണ് പോവുക. പക്ഷേ നമ്മുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണെങ്കിലും നമുക്ക് അടക്കാൻ സാധിക്കും. നമുക്ക് ഫെഡറൽ ബാങ്കിലായാലും ശരി അല്ലെങ്കിൽ SBI ആയാലും ശരി നമ്മുടെ ഏത് ബാങ്കിലാണെങ്കിലും നമുക്ക് അടക്കാൻ സാധിക്കും. അവർ ഏത് ബാങ്കാണ് അടക്കുന്നത് മാത്രമാണ് അവിടെ നോക്കുന്നത്. അതിനുശേഷം അവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കിവിടെ ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI, വാലറ്റ്, QR കോഡ്. ഈ QR കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയിൽ നിന്ന് QR കോഡ് അവിടെ അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ UPI പേയ്മെൻറ്റ് നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ഗൂഗിൾ പേ അവിടെ അടക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ പണം അടക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മാർഗത്തിൽ നിന്നാണ് നമ്മൾ 5 രൂപ അടക്കേണ്ടത് അത് നമ്മുടെ ജസ്റ്റ് ഒന്ന് അവിടെ അടക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ UPI അടച്ചു കൊടുത്തു. അതിൽ നിന്ന് ഗൂഗിൾ പേ വഴിയാണ് ഇപ്പോൾ എമൗണ്ട് അടക്കാൻ ഉദ്ദേശിക്കുന്നത്. എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും നമുക്ക് OP ടിക്കറ്റും OP നമ്പറുകളും അവിടെ അറിയാൻ സാധിക്കും. അത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചാണ്ടോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രിൻ്റർ വഴിയോ നമ്മളത് പ്രിൻ്റ് എടുക്കുക. അത് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ മൊബൈൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ അവിടെ കാണിച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 5 രൂപ അക്കൗണ്ടിൽ പോയിട്ടുണ്ട്. നമ്മുടെ ടോക്കൺ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ 5 സെക്കൻഡ് 4 സെക്കൻഡ് എന്ന് കാണുന്ന അവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 4 സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ OP ടിക്കറ്റ് ജനറേറ്റ് ആവുകയും അത് നമ്മുടെ ഫോണിലേക്കും നമ്മൾ കൊടുത്ത മെയിൽ IDയിലേക്കും വരികയും ചെയ്യും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഫോട്ടോ മൊബൈലിൽ എടുത്താൽ മതി. ഇവിടെ നമുക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് സ്ലിപ്പും മറ്റു കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ഇത് കുറച്ചു മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചില പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ അത് ഇപ്പോഴാണ് ആക്റ്റീവായി വന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് അത് കറക്റ്റായി വന്നത്. ഇതുമൂലം നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ടോക്കൺ ഇവിടെ അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും വരി നിൽക്കേണ്ട കാര്യമില്ല. മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.